ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ PA-യും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. തനിക്ക് പങ്കുണ്ടായിരുന്നില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് അറിയില്ല എന്നും തനിക്ക് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുകയായിരുന്നു എന്നുമാണ് എൻ വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രത്യേക അന്വേഷണ സംഘം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന, ഒപ്പം തന്നെ എൻ വാസു പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ PA കൂടിയായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. സുധീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ തരികയും ചെയ്തത്. നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ വാസു കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സ്വർണം പൂശിയ സ്വർണത്തിന്റെ ബാക്കി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലുണ്ട്. ആ ഇമെയിൽ താൻ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്കും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് ചെയ്തിരുന്നതെന്നാണ് എൻ വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എൻ വാസു പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇത് സംബന്ധിച്ച നടപടികളൊക്കെയും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സുധീഷ് കുമാർ വ്യക്തമാക്കിയത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇക്കാര്യത്തിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് സുധീഷ് കുമാർ മൊഴി. അതേ സമയത്ത് തന്നെ മുരാരി ബാബുവും ഇത്തരത്തിലുള്ള മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. സുധീഷ് കുമാറും മുരാരി ബാബുവും നേരത്തെ തന്നെ ഈ സംഭവത്തിൽ എൻ വാസു പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടുത്തെ ജീവനക്കാർ കൂടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു നടപടി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്ന് പറയുന്നത് എൻ വാസുവിലേക്ക് തന്നെ അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് അന്വേഷണ സംഘം തുടരുന്നത് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് തന്നെയാണ് സുധീഷ് കുമാറിന്റെ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിരിക്കുന്നത്.